ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വൺ ഷോൾഡർ ബോക്സ് പ്ലീറ്റഡ് ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ലൈനിങ് ക്ലോത്ത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം. നമ്മളിവിടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഷോൾഡർ 5 ഇഞ്ചും ആം ഹോളും 5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ചെസ്റ്റ് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ 24-ൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 6 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട്. യോക്ക് ലെങ്ത്ത് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1/4 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ താഴെ ഭാഗം വെച്ചടിക്കണമല്ലോ, അതിനും പോവാം. അപ്പോൾ ടോട്ടൽ 9.25 ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഷോൾഡർ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് എടുത്തോളൂ കേട്ടോ. വേസ്റ്റ് ഞാനിവിടെ 5.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 1.5 ഇഞ്ച് സീം എലമെൻസും കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിലൊരു സാഗിങ് വരാണ്ടിരിക്കാനായിട്ടാണ് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ആം ഹോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് ഇവിടെ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച്. റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്ക് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതിൽ നമുക്ക് നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്നും ആം ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഫ്രണ്ട് പാർട്ട് നമുക്കിവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ മെഷർമെൻറ്റും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെയിം നേരത്തെ ഫ്രണ്ട് പോർഷനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ആം ഹോളിലേക്ക് ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ സിബ് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്ക് പോർഷനിൽ നടുകയും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഫ്രണ്ട് പോർഷൻ്റെ അതേ അളവിൽ തന്നെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ കൂടെ ഒരു 6 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതേ അളവിൽ നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ 2 പാർട്ട് ഞാനിതിൽ ബ്ലാക്ക് മുകളിലേക്കും പിങ്ക് ഷെയ്ഡ് താഴേക്കും ആവുന്ന വിധത്തിലാണ് കട്ട് ചെയ്തെടുക്കണേ. സോ ആദ്യം മുകളിലത്തെ ഭാഗം ബ്ലാക്കിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 1/2 ഇഞ്ച് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ കൂട്ടിയിട്ട് വെട്ടിയെടുക്കുക. ഇനി 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ട്രാപ്പ് വെക്കാനായിട്ട് 1.5 ഇഞ്ച് വിഡ്ത്തിലും 8 ഇഞ്ച് ലെങ്ത്തിലും ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്കിത് ബാക്ക് പോർഷനിൽ സിബ് വെക്കാനായിട്ട് അതിനായിട്ട് നമ്മൾ ഇവിടെ ഞാൻ സിബ് വെക്കാനായിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ക്ലോത്ത് ജസ്റ്റ് ഒരു പീസ് എടുക്കും. എന്നിട്ട് അതിൻ്റെ നല്ല വശത്ത് സിപ്പ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതായത് ഒന്ന് തിരിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് അതിൻ്റെ മേലെ ലൈനിങ് വെച്ചിട്ട് നെക്കും ആം ഹോളും പിന്നെ നമ്മൾ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുമ്പോൾ നമുക്ക് സിബ് കൺസീലായിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. ഞാൻ പറയണേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ശരിക്കും വാച്ച് ചെയ്താൽ മനസ്സിലാകും. അതിൽ മെയിൻ ഫാബ്രിക് ഞാൻ ജസ്റ്റ് ഒരു പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു അളവിൽ പീസ് എടുത്തതിന് ശേഷം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ബാക്കി വരുന്ന ഭാഗങ്ങൾ വെട്ടിക്കളയാണ് ചെയ്യണത്. നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെ നെക്സ്റ്റ് പോർഷനിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ട് നെക്കും ആം ഹോളും 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മുന്നേ വെച്ച സ്ട്രാപ്പ് ഉണ്ടല്ലോ, സ്ട്രാപ്പിന് അതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു വീഡിയോ എന്തോ ഞാൻ എടുത്തതിൽ പെട്ടിട്ടില്ല.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബോട്ടം പോർഷനിലേക്ക് നമുക്ക് ബോക്സ് പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ബോക്സ് പ്ലീറ്റ് ഇടാനായിട്ട് ഇതേ 19.5 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസും അതുപോലെ തന്നെ ലൈനിങ് 18 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അതും 2 പീസ് എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വിഡ്ത്തിൽ 24 ഇഞ്ച് ലെങ്ത്തിലും 2 പീസ് എടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് കെട്ടാനായിട്ട് വെക്കാനായിട്ട്. ബോക്സ് പ്ലീറ്റ് ഇടാനായിട്ട് ഫസ്റ്റ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് തൊട്ട് 2 ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആ ഓരോ മാർക്കിങ്ങിൽ നമുക്ക് 1 2 3 അഗെയിൻ നമുക്ക് അടുത്ത പോയിൻറ്റിന് 1 2 3 അങ്ങനെ ഓരോ പോയിൻറ്റിനും നമുക്ക് നെയിം മെൻഷൻ ചെയ്യാം. എന്നിട്ട് ആ ഒരു 2 മാർക്ക് ചെയ്ത പോയിൻ്റ് 1ലേക്കും 3 മാർക്ക് ചെയ്ത പോയിൻ്റ് നെക്സ്റ്റ് 1ലേക്കും വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത 2 വരുന്നത് ഈ ഒരു 1ലേക്കും 3 വരുന്നത് നെക്സ്റ്റ് 1ലേക്കും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോക്സ് പ്ലീറ്റ് റെഡിയാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി റെഗുലറായിട്ട് എന്തായാലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് പുതിയ പുതിയ മോഡലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ബോക്സ് പ്ലീറ്റ് ഇത് റെഡിയായി. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നമുക്ക് സാധാ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ലൈനിങ്ങിൻ്റെ മെയിൻ ഫാബ്രിക്കിൻ്റെ അടിഭാഗം ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് കിട്ടാനുള്ള ആ ഒരു വള്ളി നമുക്ക് ഇതേ നല്ല വശം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡ് അടിച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ബോട്ടം പോർഷൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തിരിച്ചു വയ്ക്കാം. എന്നിട്ട് ലൈനിങ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണിക്കാതെ കൺസീലായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും കൂടി അടിക്കാം. അപ്പോൾ സൈഡ് കൂട്ടി അടിക്കുമ്പോൾ ആ ഒരു വെച്ച സ്ട്രാപ്പ് ഉണ്ടല്ലോ നമ്മൾ അത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം സൈഡ് കൂട്ടി അടിക്കാനായിട്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.